അതായത് ഈ വ്യക്തിയുടെ ഡ്രസ്സ് ഞാൻ ഇട്ടാലും എന്റെ ഡ്രസ്സ് ആ ഇട്ടാലും വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ പോണില്ല. ക്രിസ്മസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഗോ ബാക്ക് ടു യുവർ ഹോംസ്. നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകണം. വീടുകളിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അല്ലേ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. റെഡ് ഡ്രസ്സിലാണ്. എങ്ങോട്ടേക്കാണ്? നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ, നമ്മുടെ യൂണിറ്റിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണെന്ന്. അപ്പം ഞാൻ ഓണത്തിൻ്റെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് വ്ളോഗാണ്, നമ്മുടെ യൂണിറ്റിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ പൊട്ടിത്തട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി ഇച്ചാൻ പറയുന്നത് പണ്ടത്തെ പോലെ മുടി കെട്ടിയിട്ട് വയ്യോ എന്നൊക്കെ. അപ്പം ഇന്ന് ഇച്ചാൻ കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇച്ചാൻ ഇപ്പോൾ ഇവിടെ ഇല്ല, മോർണിംഗ് ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ടൈം കഴിയും. അപ്പം നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അങ്ങനെ ഓണം സെലിബ്രേഷന് ശേഷമുള്ള നമ്മുടെ അടുത്ത സെലിബ്രേഷൻ, നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പം അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചു. വീഡിയോ സ്റ്റാർട്ട് ചെയ്യണൊക്കെ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നമ്മുടെ ജഡ്ജിമോനെ എടുത്തിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇടയിൽ എന്തെങ്കിലുമൊക്കെ പച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കും. ആരും അത് മൈൻഡാക്കണ്ടേ. നമുക്കിനി നമ്മുടെ ബാക്ക് ടു നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. എല്ലാവരും ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ പേര് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചച്ഛൻ വന്നു. അങ്ങനെ അച്ഛനെ നമ്മളിങ്ങനെ ജിങ്കിൾ ബെൽസ് പട്ടൊക്കെ വെച്ച് നമ്മൾ ഭയങ്കര വൈബിൽ നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങൾ കയറ്റി. അപ്പം വീടിൻ്റെ അകത്തേക്ക് കയറ്റേണ്ട വന്നില്ല, നമ്മൾ പുറത്തായിരുന്നു നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പം അതിനു മുമ്പ് ജസ്റ്റ് അച്ഛനും നമ്മുടെ കൂടെ ജസ്റ്റ് ഒന്ന് ഡാൻസ് ഒന്നും കളിച്ചില്ലെങ്കിലും ഇങ്ങനെ കൈ കെട്ടിയൊക്കെ നിന്നു. നമുക്ക് ഭയങ്കര സന്തോഷമായി അതൊക്കെ. പിന്നെ പിള്ളേർ ഫുൾ ഓണായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാന്റാക്ലോസ് ആവാ, തുള്ളിച്ചാടാന്നൊക്കെ പറയുന്നത് വേറൊരു വൈബാണല്ലോ. ഈ വർഷം പിന്നെ ചച്ചുമോൻ കഴിഞ്ഞ വർഷത്തേക്കാളും കുറേ കൂടി ബെറ്റർ ആയിരുന്നു കേട്ടോ. ആൾ കുറച്ചും കൂടി നമ്മുടെ വൈബിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അടുത്ത വർഷം ഇതിനേക്കാളും സൂപ്പറാവും എന്ന ശുഭപ്രതീക്ഷ എനിക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇൻട്രോ ജിങ്കിൾ ബെല്ലിന് ശേഷം അച്ഛൻ്റെ ഒരു സന്ദേശം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അതൊന്ന് കേട്ടിട്ട് വരാം. സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും തിരുനാളാണ് ക്രിസ്മസ്. ഈ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ക്രിസ്മസ് ആഘോഷമൊക്കെ ഓർമ്മയുണ്ട നമ്മുടെ പണ്ടത്തെ ആൾക്കാരോടൊപ്പോഴൊക്കെ. അപ്പൊ ഒന്നും അന്ന് മുതൽ നമ്മൾ ആഘോഷിക്കുന്ന ആ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടാകണം. അവരെ കുറിച്ച് ഓർക്കണം, പ്രാർത്ഥിക്കണം. ഈ ക്രിസ്മസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഗോ ബാക്ക് ടു യുവർ ഹോംസ്. നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകണം. വീടുകളിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ ഒരു അടിപൊളി ക്രിസ്മസ് സന്ദേശ ശേഷം നമ്മൾ കേക്ക് കട്ടിങ് ആണ് പിന്നെ നമ്മൾ വെച്ച പരിപാടി. അപ്പോൾ അച്ഛൻ തന്നെയാണ് കേട്ടോ നമ്മുടെ കേക്കൊക്കെ മുറിച്ചത്. അങ്ങനെ കേക്ക് മുറിച്ച് ഫസ്റ്റ് കൊടുത്തത് നമ്മുടെ മാത്തുവിനാണ്. മാത്തു ജിയയുടെ മോനാണ് കേട്ടോ. ജിയ ആരാണെന്നുള്ളത് വഴി പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനും. ഇവർ രണ്ടുപേരാണ് നമ്മുടെ യൂണിറ്റത്തെ ഏറ്റവും കുഞ്ഞു ചോട്ടൂസ്. അങ്ങനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല മുതിർന്ന ആൾക്കാർക്കാണ് കൊടുത്തത്. അച്ഛൻ നേരിട്ട് കൊടുത്തത്. പിന്നെ നമുക്കൊക്കെ പിന്നെ കട്ട് പീസസ് വരെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ അങ്ങനെ കഴിച്ചു. ഫുൾ ഹാപ്പി ആയിട്ടാ കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ കേക്ക് കഴിക്കാൻ. ആദ്യം അവളിങ്ങനെ മടിച്ച് നിന്നെങ്കിലും പിന്നെ കേക്ക് കഴിക്കാമെന്ന് കണ്ടപ്പോൾ ആളങ്ങോട്ട് വേഗം അങ്ങോട്ട് വന്നു. ക്രിസ്മസ് സെലിബ്രേഷൻ വേറെ എവിടെ ഇല്ല കേട്ടോ, നമ്മുടെ ചച്ചുമോൻ്റെ ഈപ്പാൻ്റെയുടെ വീട്ടിലായിരുന്നു. ഈപ്പാൻ്റി ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മുടെ വീട് ഫുൾ ജെറുബാപ്പ സൂപ്പറായിട്ട് നമുക്ക് ക്രിസ്മസ് വൈബിലേക്ക് അങ്ങോട്ട് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ശരിക്കും ആ ലൈറ്റൊക്കെ അങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ സീനിയർ സിറ്റിസൺസിനൊക്കെ അച്ഛൻ കേക്ക് കൊടുത്തിട്ട് അച്ഛനെ വേഗം പോയിട്ടോ, ബാക്കി യൂണിറ്റിലും പോകേണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട് തിരഞ്ഞെടുത്തു ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി. അപ്പം നമ്മളിങ്ങനെ ക്ലൂ ഒക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നിരുന്നാലും ആ സ്നേഹത്തിന്റെ പേരിലാണെന്ന് എനിക്ക് തോന്നുന്നു അവരുടെ മകളെ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. വലിയ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ രണ്ടു വാക്കൊക്കെ പറയണോട്ടാ. കർത്താവിനോട് ചേർത്തിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതായത് ഈ വ്യക്തിയുടെ ഡ്രസ്സ് ഞാൻ ഇട്ടാലും എന്റെ ഡ്രസ്സ് ആ ഇട്ടാലും വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ പോണില്ല. വലിയ പറഞ്ഞു അപ്പം നേരത്തെ ഞാൻ മാത്തുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മാത്തുവിൻ്റെ അമ്മയാണ് ജിയ എൻ്റെ ഫ്രണ്ടും കൂടെയാണ്.
ഇപ്പം എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടും കൂടിയാണ്. അപ്പം ജിയ മാത്രമല്ല കേട്ടോ, നമുക്ക് റിൻ ചേച്ചി ഉണ്ട്, നീതു ചേച്ചി ഉണ്ട്. നമ്മൾ 4 പേര് കൂടി ഒരു ഡാൻസ് വരെ നല്ല കാണാൻ കിടുക്കണേ ഉള്ളൂ. യേശുവേ നിങ്ങൾ യേശുനാഥൻ തീരന്നു കലപാടി ഗ്ലോറിയ താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു തേജസ് മുന്നിൽ കണ്ടു അവർ നെറ്റിയടച്ച് കണ്ടു. ഒരുപാട് അങ്ങോട്ട് വെറുപ്പിക്കണില്ല കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ പിള്ളേരുടെ ഡാൻസ് ആണ്. സംഭവം പിള്ളേർക്ക് എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒന്ന് കളിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അതിനിപ്പോൾ എന്താ ഞങ്ങൾ കളിക്കാറെന്ന് പറഞ്ഞു പാട്ട് സെലക്ട് ചെയ്യലും പ്രാക്ടീസ് തുടങ്ങലും ഒക്കെ പ്രാക്ടീസിനധികം സമയം കിട്ടിയില്ലെങ്കിലും ചെക്കന്മാർ പൊളിച്ചോട്ടാ. തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ഒന്നും തെറ്റിക്കാണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പിള്ളേർ കളിച്ചു. സത്യം പറഞ്ഞാൽ ഇവരുടെ കളി കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് കിടുങ്ങി. കാരണം പിള്ളേർ നന്നായിട്ട് കളിച്ചു. ഇനി നമ്മൾ കളിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. നമ്മുടെ ക്രിസ്മസ് വൈബ് പ്രമാണിച്ച് പിള്ളേർ വട്ടയപ്പം പാട്ടൊക്കെയായിട്ട് വെച്ച് കളിച്ചത്. എനിക്ക് ഇതിന്റെ പാട്ട് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ വരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ പാട്ടിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ആ പാട്ടോട് കൂടി കാണാൻ വേണ്ടല്ലോ. ചേച്ചിമോന്റെ സെക്കൻഡ് ഗ്രൂപ്പ് ഡാൻസ് ആണ് കേട്ടോ. ഫസ്റ്റത്തെ മോന്റെ സ്കൂളിലായിരുന്നു, അപ്പൊ നമുക്കത് കാണാൻ പറ്റിയില്ല. അപ്പൊ അത് കാരണം ഇത് ഞാൻ വളരെ ആസ്വദിച്ച് ഒരു പ്രൗഡ് മോം ഫീലിംഗ് ഒക്കെ എനിക്ക് കിട്ടിയൊരു സംഭവമായിരുന്നു കേട്ടോ. സംഭവം എന്താ പറയാ, ഭയങ്കര വലിയ വലിയ സ്റ്റെപ്പുകളൊന്നും അല്ലെങ്കിലും മോനെ കളിക്കണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ക്യൂട്ടായിട്ട് നിൽക്കണതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാനിതുപോലെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൂടുന്ന സമയത്ത് നമ്മൾ സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഒപ്പനവേ ഇതുപോലെ തന്നെ ആയിരിക്കും അവരുടെ ഒരു ഫീലിങ്സ് ആയിരുന്നു ഉണ്ടാവുക എന്ന് ഞാൻ ആ സമയത്ത്. അതുപോലെ തന്നെ വേറെ 2 സത്യാവസ്ഥ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ തിരിച്ചറിഞ്ഞത്. ചച്ചുമോനെ നമ്മൾ ഈ ടീഷർട്ട് അല്ല, വേറൊരു ഫുൾ സ്ലീവ് ടീഷർട്ട്, റയാൻ ചേട്ടയുടെ ടീഷർട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ഇടാൻ മറന്നുപോയി. പിന്നെ ക്യാപ്പും അതെ, എല്ലാവരും ക്യാപ്പ് വെച്ചിട്ടുണ്ട്, മോ മാത്രം ക്യാപ്പ് വെച്ചിട്ടില്ല. അതും ആ ടൈമിൽ നമ്മൾ മറന്നുപോയി. എന്തായാലും സാരമില്ല, ഡാൻസ് അടിപൊളിയായിരുന്നല്ലോ. ഇനി പിള്ളേരുടെ ഈ കലാപരിപാടിക്ക് ശേഷം അടുത്ത കലാപരിപാടി ഞങ്ങൾ അമ്മമാരുടെ കലാപരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഈ 4 അമ്മമാരുടെ മക്കളായിരുന്നു നേരത്തെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ടായിരുന്നു. അമ്മമാരും മക്കളൊക്കെ കൂടി നമ്മുടെ പരിപാടി അങ്ങോട്ട് കളറാക്കി എടുത്തു. ഞങ്ങളുടെ സ്റ്റെപ്പ് ഇടലും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഓരോ ഭാഗത്തു നിന്ന് ഓരോരുത്തർ ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും അടുത്ത ആൾക്കാർ ആ ഭാഗത്തേക്ക് എത്തണേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വെറും 2-3 മണിക്കൂറിന്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ അഹങ്കാരത്തിലാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു. ഭയങ്കര മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്കിറ്റ് കളിക്കാമെന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ആ സ്കിറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്ത് വന്ന് അവസാനം നമ്മൾ ഡാൻസിലേക്ക് എത്തുക ചെയ്ത്. അപ്പൊ എന്തുണ്ടായി, നമുക്ക് ടൈം അധികം കിട്ടിയില്ല. അതാണ് മെയിൻ കാരണം ഉണ്ടായിരുന്നത്. അതല്ലാണ്ട് നമുക്ക് വലിയ വലിയ പണികളൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. എന്നിരുന്നാലും ഈ 2-3 മണിക്കൂറെ കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് ഒപ്പിക്കാൻ പറ്റിയില്ലേ. അതാണ് ആ വലിയ നമ്മള് ഫ്യൂഷൻ ആയിരുന്നു കേട്ടോ കളിച്ചത്. 3 പാട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗബ്രിയേലിന്റെ പാട്ടില്ല, ഗബ്രിയേലിന്റെ ദർശനം, ആ പാട്ട് ഞാൻ പാടെല്ലാം പാക്കണില്ല. ഓക്കെ, ആ പാട്ട് വെച്ചിട്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് പാട്ട്. അതിനുള്ള സൺഗ്ലാസ് ആണ് ഇപ്പോൾ ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഗബ്രിയേലിന്റെ ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ ഇത്തിരി യോയോ ആവണല്ലോ. ഞങ്ങൾ ഈ ചാടിത്തുള്ളി കളിക്കുമ്പോഴത്തേക്കും അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ മാത്ത് വന്നു കേട്ടോ. കൊച്ചിനെ ചവിട്ടോ എന്നുള്ള ടെൻഷൻ ആയിരുന്നുണ്ടായിരുന്നത്. പക്ഷെ അപ്പത്തേക്കും ചച്ചുമോനും ബ്രയാനും ഒക്കെ വന്നിട്ട് ആളിനെ പിടിച്ചുകൊണ്ട് പോയി. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ ഡാൻസുകാരുണ്ടായിരുന്നില്ല എന്നൊരു സങ്കടം എന്റെ മനസ്സിൽ കാര്യമായിട്ടുണ്ട് കേട്ടോ. സംഭവം ആൾക്ക് മോർണിംഗ് ഷിഫ്റ്റ് ഒക്കെ കിട്ടിയിരുന്നാണെങ്കിലും ഷോപ്പിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ്. നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുഡിന്റെ സമയത്താണ് കേട്ടോ വെച്ചാൻ എത്തിയത്. നമ്മുടെ ഡാൻസ് അതായിട്ടോ 1 ദിവസം പ്രാക്ടീസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് എടുത്തു. നമ്മളുടെ അങ്ങനെ അതിഗംഭീരമായ ഡാൻസിന് ശേഷം നമ്മുടെ പിള്ളേരുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ പിള്ളേർക്കുള്ള ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ ഇങ്ങനെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനായിട്ട് നമ്മൾ ക്രയോൺസ്, പിന്നെ ഇറേസർ, ഷാർപ്നർ, ഒരു പെൻസില്, പിന്നെ ഒരു ചോക്ലേറ്റ്, ഇതൊക്കെയായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിള്ളേരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. ഈ നിൽക്കണതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങൾ, നമ്മുടെ ഡാൻസ് ടീമാണ് ഇവർ. പിന്നെ ഇത് സിബ്ലിങ്സാണ്, ഏതപ്പനും നമ്മുടെ ഡാനും. അപ്പോൾ അനീനെ കിട്ടിയത് ചേട്ടന് തന്നെയാണ് ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടിയത്. അതൊക്കെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ ചച്ചുമോനും
കഴിഞ്ഞ വർഷം കിട്ടിയ പോലെ തന്നെയായിരുന്നു ആബിൽ ചേട്ടനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞിപ്പനും റയാനും മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിരുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തത്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർമ്മകളാണ് കേട്ടോ. നമുക്ക് അടുത്ത വർഷത്തെ ക്രിസ്മസ് വരെ ഓർത്തിരിക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. അടുത്ത വർഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പം വീണ്ടും സംസാരിക്കും. അപ്പം കുഞ്ഞിപ്പെണ്ണ് ഗിഫ്റ്റ് കിട്ടിയ ഭയങ്കര സന്തോഷമായിരുന്നു. അതങ്ങനെ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് തിരിച്ച് സങ്കടമായി. തിരിച്ച് അവളുടെ കയ്യിലേക്ക് വേറെ ഒരെണ്ണം വന്നപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി. അതാണ് ഇപ്പോൾ ആ മുഖത്ത് കാണുന്നത് കേട്ടോ. അവൾക്ക് പിന്നെ ഏത് നേരം അവളെ ഏതൻ ചേട്ടൻ എടുത്താൽ മതി, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ പരിപാടി തീർത്ത് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെ പുരോഗമിച്ചിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇച്ചാനൊരു സംഭവം കണ്ട വണ്ടർ എടുക്കുന്നത്. സത്യത്തിൽ ഈ നേരം വരാൻ മനുഷ്യനത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു സത്യാവസ്ഥ. ഇച്ചാൻ ഇങ്ങോട്ടേക്ക് വായോ, എൻ്റെ ഈ സുന്ദരമായ മുഖത്തേക്ക് ഒന്ന് നോക്കൂ. എന്നിട്ട് കണ്ടുപിടിക്കൂ എന്തിട്ടെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന്. അല്ല, വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിന്റെ മോന്ത് ഇവിടെ കാണുന്നില്ല. നിങ്ങൾ ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നു, അപ്പൊ മോന്ത് ശരിയായി കാണും. എന്നെ കാണണ്ട കുറച്ച് എന്താണ് പ്രത്യേകത പറയാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ. കമ്മല്, ഈ കമ്മൽ ഇച്ചാൻ കാണാത്ത കമ്മലാണോ? ഇച്ചാൻ മുമ്പ് പറഞ്ഞ എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ ഇപ്പോ? ഇല്ല. എന്തുച്ചാ എടോ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുടി ഇങ്ങനെ? ഹെയർ സ്റ്റൈൽ, പക്ഷെ ഇതിങ്ങനല്ല, കുറച്ചുകൂടി ഇങ്ങനെ വരും. അതാണ്, ഇതല്ല നിന്റെ ശരിക്കുള്ള സാധനം. അപ്പം നമുക്കിനെ എടുത്തു വിട്ടിട്ട് കാണാം. ബൈ ബൈ, സീ യു.